വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിതിന് മുൻപുള്ള ക്ലാസ്സുകളിൽ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് കേട്ടതിന് ശേഷം നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ആൻസർ നിങ്ങൾ എഴുതി നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് താഴെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് മുൻപുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിന് മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഇതിന് മുൻപുള്ള 2-3 വീഡിയോസിലായിട്ട് ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2-3 വീഡിയോസ് ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് അൺസോൾഡ് ഗുഡ്സ് ലൈയിങ് ഓൺ ദ സ്റ്റോർസ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ് ഈസ് നോൺ ആസ്. ദ വാല്യൂ ഓഫ് ദ അൺസോൾഡ് ഗുഡ്സ് ലൈയിങ് ഓൺ ദ സ്റ്റോർസ്, അതായത് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡിൽ നമ്മുടെ സ്റ്റോറിൽ അൺസോൾഡായിട്ട് കിടക്കുന്ന ഗുഡ്സിന് പറയുന്ന പേരെന്താണ്? എന്താണ് പറയുന്നത്? ആൻസർ നിങ്ങൾ താഴെ എഴുതുക. നിങ്ങളുടെ ബുക്കിൽ എഴുതി നോക്കുക. അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ലാസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ആൻസർ വായിക്കുകയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ആൻസർ ക്ലോസിംഗ് സ്റ്റോക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, expenses incurred during the year and whose benefit has been derived during the year but payment has not yet been made is known as. അതായത് എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂറിങ് ദ ഇയർ. എക്സ്പെൻസസ് ഉണ്ടായിട്ടുള്ളത് ഡ്യൂറിങ് ദ ഇയർ ആണ്. ബെനിഫിറ്റും നമുക്ക് ഡ്യൂറിങ് ദ ഇയർ കിട്ടിയിട്ടുണ്ട്. ബട്ട് പേയ്മെൻറ്റ് ഈസ് നോട്ട് യെറ്റ് പെയ്ഡ്. അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ആ എക്സ്പെൻസിനെ എന്താണ് പറയുന്നത്? ആൻസർ എഴുതി നോക്കുക. എന്താണ് ആ എക്സ്പെൻസിനെ പറയുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്? വിച്ച് ഈസ് ദ എക്സ്പെൻസ് വിച്ച് ഈസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്? നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് എക്സ്പെൻസ് ആണ് എന്നാണ് ചോദ്യം. എന്താണ് വരിക ആൻസർ? പ്രീ പെയ്ഡ് എക്സ്പെൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺ ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് ഇയർ ഈസ് നോൺ ആസ്. ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ട് ബട്ട് നോട്ട് ഏൺഡ് ഡ്യൂറിങ് ദ ഇയർ, അതിനെ പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറിക്കവറബിൾ ഡെബ്റ്റ്സ് ഓഫ് എ ബിസിനസ് ഈസ് നോൺ ആസ്. ഇറിക്കവറബിൾ ഡെബ്റ്റ്സ് ഓഫ് എ ബിസിനസ് ഈസ് നോൺ ആസ്. എന്താണ് ആൻസർ വരുന്നത്? ബാഡ് ഡെബ്റ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊവിഷൻ മെയ്ഡ് ഫോർ ഡെബ്റ്റ്സ് ഈസ് കോൾഡ്. പ്രൊവിഷൻ മെയ്ഡ് ഫോർ ഡെബ്റ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊവിഷൻ മെയ്ഡ് ഫോർ ഡെബ്റ്റ്സിന് നമ്മൾ പറയുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആണ്. നെക്സ്റ്റ്, ജേണൽ എൻട്രി ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ജേണൽ എൻട്രി നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് കൊടുക്കുന്ന ജേണൽ എൻട്രി എന്താണെന്നാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെക്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടും കാണിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ എമൗണ്ട് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറൈറ്റർ ഈസ് കോൾഡ്. അപ്പോൾ നമുക്കറിയാം എമൗണ്ട് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറൈറ്റർ ഫോർ പേഴ്സണൽ യൂസിനെ നമ്മൾ ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ദിസ് ഡ്രോയിങ്സ് അതിനെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് പറയുന്നത്, അല്ലേ? ഇൻട്രസ്റ്റ് ഫോർ എമൗണ്ട് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറൈറ്ററിനെ നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജേണൽ എൻട്രി ഫോർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. ജേണൽ എൻട്രി ഫോർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. ഗുഡ്സ് നമുക്ക് നമ്മുടെ സെയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ ഗുഡ്സ് നമ്മൾ ഫ്രീ സാമ്പിൾസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എന്താണെന്നാണ് ചോദിച്ചത്. ജേണൽ എൻട്രി വരുന്നത് അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെക്റ്റർ ടു പർച്ചേസസ്. അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെക്റ്റർ ടു പർച്ചേസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പോർഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ടു മീറ്റ് കോണ്ടിജൻസീസ് ഇൻ ഫ്യൂച്ചർ. എ പോർഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡാഷ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ പോർഷൻ നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫോർ മീറ്റിംഗ് അവർ കോണ്ടിജൻസീസ് ഇൻ ഫ്യൂച്ചർ. നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ
മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഒരു പോർഷൻ നമ്മൾ എവിടേക്കാണ് മാറ്റി വെക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് എന്താണ്? റിസർവ് ഫണ്ടാണ്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസാണ്, 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് തന്നെ ധാരാളം. നിങ്ങൾ നന്നായിട്ട് എഴുതിയെടുത്തിട്ട് പഠിക്കുക. ഇതിന് മുൻപുള്ള ക്ലാസ്സുകളിലെല്ലാം ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇന്നൊരു 10 ക്വസ്റ്റ്യൻ മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുള്ള ആ ഒരു ബുക്കിൽ നിങ്ങൾ നന്നായിട്ട് എഴുതി വെച്ചിട്ട് പഠിക്കാം. ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് എഴുതി വെച്ചിട്ടുള്ളതൊക്കെ റിവൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിലിമിനറി എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് മെയിൻ എക്സാമിൻ്റെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ക്ലാസ്സുകളാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ട്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടൻറ്റ് എക്സാമിനും മറ്റേതൊരു എക്സാമിനും നിങ്ങൾക്ക് കോമേഴ്സിൽ വരുന്ന അക്കൗണ്ടൻസിക്ക് പിന്നെ കൂടുതലായിട്ട് മറ്റ് ബുക്സ് ഒന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആ രീതിയിലാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്